തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് തിരുവനന്തപുരം നഗരസഭ, സംസ്ഥാന തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭ ആര് ഭരിക്കുമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിലവിൽ ഭരിക്കുന്ന LDFും പ്രധാന പ്രതിപക്ഷമായ BJPയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമായ UDFും ഇവർ തമ്മിലുള്ള ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. കഴിഞ്ഞ 2 തവണയായി തിരുവനന്തപുരം നഗരസഭയിൽ 35 അംഗങ്ങളുള്ള 100 അംഗ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോഴത് 101 മാറിയിട്ടുണ്ട്. 35 അംഗങ്ങൾ ഉണ്ടായിരുന്ന BJP ഇത്തവണ ഭരണം പിടിച്ചെടുക്കും എന്ന രീതിയിലാണ് അവരുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നത്. LDF ആകട്ടെ ഭരണം തങ്ങൾ നിലനിർത്തുമെന്ന അവകാശവാദമായിരുന്നു പുറപ്പെടുവിച്ചിരുന്നത്. അതേസമയത്ത് UDF അവർ ഭരണം പിടിച്ചെടുക്കുമെന്ന് പുറത്തു പറഞ്ഞിരുന്നെങ്കിലും കാര്യമായ സീറ്റ് നേടിയെടുക്കാൻ അവർ കാര്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മുൻ MLA ആയ ശബരിനാഥിനെ കവടിയാരൻ മത്സരിപ്പിച്ചായിരുന്നു UDF രംഗത്ത് വന്നത്. മുമ്പൊക്കെ വ്യാപകമായ തോതിൽ UDFിനകത്ത് സ്ഥാനാർത്ഥി നിർണയ സമയത്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുകയും പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ പൊതുവെ ഇത്തവണ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും UDFിനകത്തുണ്ടായിരുന്നില്ല. തങ്ങളുടെ നില മെച്ചപ്പെടുത്തുമെന്നാണ് UDF പറയുന്നത്. ശരിക്കും എന്തായിരിക്കും തിരുവനന്തപുരത്ത് സംഭവിക്കുക? 13-ാം തീയതി വോട്ടെണ്ണുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്നാൽ പോലും എന്തൊക്കെയായിരിക്കും തിരുവനന്തപുരത്തെ ഫലം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ പലരും നടത്തുന്നുണ്ട്, വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തവണ തങ്ങൾ എന്തു തന്നെയായാലും തിരുവനന്തപുരം ഭരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ തിരുവനന്തപുരത്തേക്ക് BJP ഭരിക്കണമെങ്കിൽ 51 അംഗങ്ങൾ, 101 അംഗ കോർപ്പറേഷൻ 51 അംഗങ്ങൾ BJPക്ക് ജയിച്ചു വരണം. ഇനി അഥവാ അങ്ങനെ ജയിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും അധികം അംഗങ്ങളുള്ള കക്ഷിയുടെ നേതാവിന് മേയറാവാൻ കഴിയും. പക്ഷെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ അത്ര സുഗമമായിരിക്കില്ല എന്ന് മാത്രം. ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ സംഘടനാപരമായിട്ട് അവകാശപ്പെടുന്നത് 45 മുതൽ 55 വരെ സീറ്റ് തങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. അതേസമയത്ത് LDF പറയുന്നത് തങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും LDFും അവകാശപ്പെടുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ 15 സീറ്റിനടുത്ത് UDFിന് കിട്ടുമെന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ടുമുമ്പ് UDFിന് 21 അംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 40 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ UDFിന്റെ സ്ഥിതി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കുറഞ്ഞു വരികയായിരുന്നു, അല്ലെങ്കിൽ ശോഷിച്ചു വരികയായിരുന്നു. പക്ഷെ ഇത്തവണ തങ്ങൾ മെച്ചപ്പെട്ട പ്രകടനം നടത്തുമെന്നാണ് പറയുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷ വെക്കാവുന്ന ചില തീരദേശ മണ്ഡലങ്ങൾ, കഴിഞ്ഞ ഇലക്ഷനിൽ LDF സ്വാധീനം നേടിയെടുത്ത UDFിന്റെ പരമ്പരാഗതമായ വാർഡുകൾ, ആ വാർഡുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ്. അതുപോലെ തന്നെ ചില വാർഡുകളിൽ UDFും LDFും തമ്മിൽ കാര്യമായ മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരങ്ങളിൽ UDF വിജയിക്കുകയാണെങ്കിൽ അത് BJPക്ക് കൂടി ഗുണം ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയത്ത് LDFും BJPയും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് UDF വോട്ട് സമാഹരിക്കുകയാണെങ്കിൽ, കൂടുതൽ സമാഹരിക്കുകയാണെങ്കിൽ അത് ആരെ ബാധിക്കും എന്നുള്ളത് ചർച്ചാ വിഷയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ പറഞ്ഞതുപോലെ 45 മുതൽ 55 വരെ സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് BJP പ്രതീക്ഷിക്കുന്നതിന്റെ ഏറ്റവും കുറവാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ പോലും അത് 45 ആയിരിക്കും. പക്ഷെ ആ 45 കൊണ്ട് അവർക്ക് ഭൂരിപക്ഷം നേടാനാവില്ല. പകരം ഒന്നാമത്തെ കക്ഷിയാവും എന്നതാണ്. അപ്പം BJPയുടെ കണക്കുകൂട്ടൽ എന്ത് തന്നെ ആയാലും തങ്ങൾ ഒന്നാമത്തെ കക്ഷിയാവും എന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. BJPക്ക് ഏറ്റവും അധികം അംഗങ്ങളെ നൽകുന്നത് നേമം മണ്ഡലമാണ്. നേമം മണ്ഡലത്തിൽ BJP 14 അംഗങ്ങൾ വരെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം മണ്ഡലം, ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ഒരു 10 സീറ്റൊക്കെ BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വട്ടിയൂർക്കാവിൽ ഒരു 12 സീറ്റ് വരെ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ കഴക്കൂട്ടത്തും ഏതാണ്ട് നല്ല രീതിയിൽ, കഴിഞ്ഞ തവണ 5 സീറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നെങ്കിലും അതിൽ കൂടുതൽ സീറ്റ് അവർ ചുരുങ്ങിയത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു 45 സീറ്റ് എന്ത് തന്നെയാലും ജയിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതേ സമയത്ത് തങ്ങളുടെ സംഖ്യ ഇനിയും വർദ്ധിക്കും. നേമത്തൊക്കെ തങ്ങൾ 20 സീറ്റ് വരെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് BJPയുടെ കേന്ദ്രങ്ങൾ പറയുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മത്സരമാണ് അവർ കാഴ്ചവെച്ചത്. തങ്ങൾക്ക് ഇത്തവണയും ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ LDFിന്റെ പല പ്രമുഖരും കടുത്ത മത്സരത്തിലൂടെയാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് വഞ്ചൂരിൽ അവിടെ വ്യാപകമായ കള്ളവോട്ട് ആരോപണം ഉണ്ടായി, സംഘർഷമുണ്ടായ സ്ഥലമാണ്. അവിടെ വഞ്ചൂർ ബാബു വിജയിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്.
അതുപോലെ തന്നെ അവരുടെ മറ്റൊരു മേയർ സ്ഥാനാർത്ഥിയായ SP ദീപക്, പേട്ടയിലും അതിശക്തമായ മത്സരമാണ് പേട്ടയിൽ നടന്നത്. പേട്ടയിൽ കോൺഗ്രസിന്റെ അനിൽകുമാറും BJP നേതാവ് P അശോക് കുമാറുമാണ് മത്സരിച്ചിരുന്നത്. അങ്ങനെ LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല കേന്ദ്രങ്ങളിലും അവർക്ക് കടുത്ത മത്സരമാണ് നേരിടേണ്ടി വന്നത്. LDFന് ഏറ്റവും അധികം സീറ്റുകൾ കിട്ടിയിരുന്ന കഴക്കൂട്ടത്തും ഇത്തവണ കഴക്കൂട്ടം ഭാഗത്ത് BJPയും LDFും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഏറ്റവും കടുത്ത നെക്ക് ആൻഡ് നെക്ക് പോരാട്ടമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. BJP ഇപ്പോഴും അവർ ഉറപ്പിച്ച് പറയുന്നു തങ്ങൾക്ക് 45 സീറ്റിൽ കുറയില്ല, പക്ഷെ തങ്ങൾക്ക് 55 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ LDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂരിപക്ഷം കിട്ടുമെന്നല്ലാതെ എത്ര സീറ്റ് കിട്ടുമെന്ന് അവർ ഇതുവരെ അങ്ങനെ ഉള്ള വെളിപ്പെടുത്തലുകളൊന്നും നടത്തിയിട്ടില്ല. അതേ സമയത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ സീറ്റുകൾ അവകാശവാദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇരു മുന്നണികളും കണക്ക് കൂട്ടുന്നത് UDFന് ഒരു 15 സീറ്റ് വരെ കിട്ടുമെന്നാണ്.